ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഡെക്കോർ ഐറ്റംസും അതുപോലെ സ്റ്റോറേജ് ഓർഗനൈസറൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ സ്കൂൾ സ്റ്റുഡൻസിനും അതുപോലെ ക്രാഫ്റ്റ് ജേർണലിംഗ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്ക്രീനിൽ കാണുന്ന പോലത്തെ ഒരു സ്റ്റാമ്പാണ്. ഇത് പുറത്തുനിന്നും വാങ്ങാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. അതിന് ആദ്യം നമുക്ക് വേണ്ടത് അധികം കട്ടിയില്ലാത്തൊരു കാർഡ്ബോർഡിൻ്റെ ഷീറ്റാണ്. ഇനി കാർഡ്ബോർഡ് പീസ് തന്നെ വേണമെന്നില്ല, കട്ടി കുറഞ്ഞ ഏതെങ്കിലും ഒരു ഷീറ്റ് എടുത്താൽ മതി. ഇപ്പോൾ നോട്ട്ബുക്കിൻ്റെ കവർ പേജൊക്കെ അല്ല, അതുപോലത്തെ ഏതെങ്കിലും ഷീറ്റ് എടുത്താൽ മതി. അത് നമുക്ക് ആദ്യം 3 ഇഞ്ച് വീതിയിലും 4 ഇഞ്ച് നീളത്തിലും ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം, ചെറിയൊരു പീസ്. എന്നിട്ട് അത് റോൾ ചെയ്തിട്ടൊന്ന് എടുക്കണം. ആ റോൾ ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു കളർ പേപ്പർ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം അധികം കട്ടിയില്ലാത്ത തന്നെ ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കുക. അത് നമുക്കൊന്ന് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ചെറിയൊരു റൗണ്ട് മതി. നമുക്ക് ഏതെങ്കിലും ബോട്ടിലിൻ്റെ ക്യാപ്പ് വെച്ചിട്ടൊന്ന് റൗണ്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. എന്നിട്ട് അത് നമുക്ക് സെയിം കളർ പേപ്പർ കൊണ്ട് തന്നെ ഒന്ന് കവർ ചെയ്തിട്ട് നീറ്റാക്കി ഒന്ന് എടുക്കണം. ഇനി ഈ റൗണ്ട് പീസിൻ്റെ ബാക്ക് സൈഡും ഇതുപോലത്തെ ഒരു പീസ് വെച്ചിട്ട് റൗണ്ട് പീസ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് എടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ആദ്യം നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടില്ല, അതെടുത്തിട്ട് ഈ റൗണ്ടിൻ്റെ മുകളിലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഗ്ലൂ തേച്ചിട്ട് നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ക്ലോസ് ചെയ്തിട്ടൊന്ന് നീറ്റാക്കി കൊടുക്കുക. ഞാനിപ്പോൾ നല്ലോണം ഒന്ന് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു 5 പീസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഫോം ഷീറ്റാണ്. എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് ഗ്ലിറ്റേഴ്സിൻ്റെ ഫോം ഷീറ്റാണ്. അപ്പോൾ നമുക്ക് ഏതായാലും പ്രശ്നമില്ല, ഗ്ലിറ്റർ ഇല്ലാത്ത ഗ്ലിറ്ററുകളൊക്കെ എടുക്കാം, ഫോം ഷീറ്റ് ആയാൽ മതി. ഇനി നമുക്ക് സ്റ്റാമ്പിന് വേണ്ട പിക്ചേഴ്സ് വരച്ചെടുക്കണം. നമുക്ക് ആവശ്യമുള്ള പിക്ചേഴ്സ് വരച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 5 ഇവിടെ വരച്ചിട്ടുണ്ട്. ഈ പിക്ചേഴ്സിൻ്റെ സൈസ് നമ്മൾ വരക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിട്ടില്ല റൗണ്ട് പീസ്, ആ റൗണ്ട് പീസിൻ്റെ ഉള്ളിൽ കൊള്ളത്ത രീതിയിലുള്ള പിക്ചേഴ്സാണ് നമ്മൾ വരക്കേണ്ടത്. നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ കണ്ടു നോക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ ക്രാഫ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ വരച്ച പിക്ചേഴ്സൊക്കെ ഓരോന്നായിട്ട് നല്ല നീറ്റായിട്ട് പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ ഷേപ്പിലൊന്നും മാറ്റം വരരുത്. ഷേപ്പൊക്കെ കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സ്റ്റാമ്പ് പഞ്ച് ചെയ്യുമ്പോൾ നീറ്റായിട്ട് കിട്ടത്തുള്ളൂ. ഞാനിപ്പോൾ എനിക്കിഷ്ടമുള്ള പിക്ചേഴ്സാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതോ അത് വരച്ച് കൊടുത്താൽ മതി. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പിക്ചേഴ്സും എടുത്തിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ റോളുമ്മലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഓരോന്നും അതിൻ്റെ സെൻറ്ററിൽ വരുന്ന രീതിയിൽ വേണം ഒട്ടിച്ചു കൊടുക്കാൻ. നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രം നല്ലോണം സ്റ്റിക്കായിട്ട് കിട്ടുള്ളൂ. നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയാൽ ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാമ്പ് ഇവിടെ റെഡിയായി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിന് പ്രത്യേകിച്ച് ഷേപ്പോ സൈസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാം. പിക്ചേഴ്സ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ചിത്രങ്ങൾ വരച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി ഇതെങ്ങനെ നമുക്ക് വർക്ക് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഇതിൻ്റെ പിക്ചേഴ്സിൻ്റെ മുകളിൽ ഞാനിപ്പോൾ കളർ ഉപയോഗിച്ചാണ് കളർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ മുകളിൽ നന്നായിട്ട് അതിൻ്റെ ഷേപ്പിൽ തന്നെ കളർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമുക്ക് എവിടെ വേണ്ടത് അവിടെ ഒന്ന് പഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ പിക്ചർ വരക്കുന്ന രീതിയിലേക്കാരം അതിന് ഷേപ്പ് വരിക.
അപ്പോൾ പിക്ചർ വരയ്ക്കുമ്പോൾ തന്നെ നന്നായിട്ട് ശ്രദ്ധിക്കണം, അതുപോലെ കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് നീറ്റായിട്ടും പെർഫെക്റ്റ് ആയിട്ടും കിട്ടത്തുള്ളൂ. ഞാനിപ്പോൾ ആദ്യം കാണിക്കുന്നതെല്ലാം കളർ ഉപയോഗിച്ചിട്ട് കളർ ചെയ്തിട്ട് പഞ്ച് ചെയ്യുന്ന രീതിയാണ്. അതിന് ശേഷം ഞാൻ നമ്മളുടെ അക്രിലിക് കളറില്ല അത് ഉപയോഗിച്ചിട്ട് ഒന്നും കൂടെ പഞ്ച് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ പേഴ്സണലി എനിക്ക് നന്നായിട്ട് ഇഷ്ടമായത് അക്രിലിക് കളർ കൊണ്ട് കളർ ചെയ്തിട്ട് പഞ്ച് ചെയ്യുന്ന രീതിയാണ്. അതാകുമ്പോൾ ഒന്നും കൂടി നല്ലോണം കളറിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് സാധാ നോർമൽ കളേഴ്സ് കൊണ്ട് കളർ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ പഞ്ചിങ് സ്റ്റാമ്പിൻ്റെ പോലെ തന്നെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ലോണം യൂസ്ഫുൾ ആവുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവർക്കും ജേർണലിംഗ് ചെയ്യുന്നവർക്കൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ്, യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റം. അപ്പോൾ നിങ്ങൾ കളേഴ്സ് ഉപയോഗിച്ചിട്ടും അതുപോലെ അക്രിലിക് കളർ ഉപയോഗിച്ചിട്ടൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് പേഴ്സണലി നല്ലോണം ഇഷ്ടമായതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഫൈനലി ഇതെല്ലാം സ്റ്റാമ്പ് ചെയ്തിട്ടൊന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് നല്ലോണം വർക്കാവുന്നത് നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അക്രിലിക് കളർ കൊണ്ടാണ് ഒന്നും കൂടി ഭംഗി കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇനി ഞാനിതൊക്കെ ഇതുപോലത്തെ ഒരു ചെറിയൊരു ബോക്സിലാക്കിയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പം ഇതുപോലൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാനും പറ്റും, കേട് വരാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ്.